it. ബോസ്, നമ്മളിത് എവിടേക്കാ പോകുന്നത്? അയ്യോ, ഒന്ന് പറഞ്ഞു തരൂ ബോസ്. നമ്മളൊരു കല്യാണത്തിന് പോവുകയാ. വിധി, നമ്മൾ വെള്ളത്തിൽ ഒഴുകി പോവുകയാണെന്ന് അറിഞ്ഞുകൂടെ? ഞാൻ തുടങ്ങിക്കോട്ടെ ബോസ്. എന്ത് തുടങ്ങുന്ന കാര്യം? ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഭയപ്പെടാതെ ഫ്രെഡി, ദാ ഒരു മരം കാണുന്നു. അത് മരമല്ല ബോസ്, മരത്തിന്റെ ചില്ലകളാണ്. ഇവനെ കൊണ്ട് തോറ്റല്ലോ. വളവള പറയാതെ ഫ്രെഡി. വെള്ളത്തിലായത് കൊണ്ടാണ് ബോസ് വളവള എന്ന് പറഞ്ഞു പോകുന്നത്. പിടിക്ക, ചില്ലയിൽ പിടിക്ക, അല്ലെങ്കിൽ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ പതിച്ചു പോകും. വെള്ളച്ചാട്ടമോ? ഹായ്, ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ട് ഒത്തിരി കാലമായി. ദൈവമേ, ഇതെന്തൊരു ജന്മം. പിടിക്ക ഫ്രെഡി. പിടിച്ചു ബോസ്. രക്ഷപ്പെട്ടു. എന്നാലും ആ പിള്ളേരുടെ മമ്മ നമ്മുടെ മൂക്കിലിട്ട് ഇടിച്ച് വെള്ളത്തിലിട്ട് കളഞ്ഞല്ലോ. അവർ കരാട്ടക്കാരിയാണെന്നാ തോന്നുന്നത്. ഇടി കിട്ടിയതിലല്ല, ആ പിള്ളേരെ നമുക്ക് വെള്ളത്തിൽ മുക്കി കൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ. അതാണ് എന്റെ സങ്കടം. അല്ല, ഇനി എന്താ അടുത്ത പരിപാടി? വെള്ളം ഇറങ്ങുന്നത് വരെ ഇവിടെ ഇരിക്കാം. വെള്ളം ഇറങ്ങിയാൽ വീട്ടിൽ പോവാം. ഏത് വീട്? എന്റെ ബോസ്, നമ്മുടെ വീടല്ല, ഇപ്പൊ ഒലിച്ചു പോയി കാണും. അപ്പോ എന്റെ പരീക്ഷണശാല? ഉറപ്പല്ലേ, അതും പോയി കാണും. ഈ കഷ്ടപ്പാടിനിടയിലും ആകെയുള്ള ആശ്വാസം അത് മാത്രമാണ്. ഫ്രെഡി, അനാവശ്യം പറയുന്നു, അതും ഈ സമയത്ത്. ഈ സമയത്തല്ലേ അതൊക്കെ പറയാൻ പറ്റൂ ബോസ്? ഇപ്പോൾ ബോസിന് എന്നെ തല്ലാൻ പറ്റില്ലല്ലോ. ദുഷ്ട, മൂർഖൻ പാമ്പിനാണല്ലോ ഞാൻ പാല് കൊടുത്തത്. കണ്ണിൽ കണ്ട പാമ്പിന് വരെ പാല് കൊടുക്കും. സഹായത്തിന് കൂടെയുള്ള എനിക്ക് ഇതുവരെ പച്ച വെള്ളം തന്നിട്ടില്ല. മൂർഖൻ പാമ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിന്നെയാ. ബോസ്, കഷ്ടം, നമ്മുടെ ബനാന ഐലൻഡ് വെള്ളത്തിൽ മുങ്ങിപ്പോയല്ലോ. എനിക്ക് സങ്കടം വരുന്നു ഹാപ്പി. എനിക്കും. നമുക്കൊന്ന് ചുറ്റിയടിക്കാം. ആരെങ്കിലും കെട്ടിടത്തിന് മുകളിലോ മറ്റോ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ രക്ഷിച്ചേ പറ്റൂ. പപ്പയും അമ്മയും സ്പീഡ് ബോട്ടിൽ ആ വഴിക്കാ പോയത്. എങ്കിൽ നമുക്ക് ഈ വഴി പോവാം. അവിടെയുള്ളവരെ അവർ രക്ഷപ്പെടുത്തും. ആ ഡഗ്ലസും ഫ്രെഡിയും എങ്ങോട്ട് അടിച്ചു പോയോ ആവോ. എവിടേക്കെങ്കിലും പോട്ടെ. നാശങ്ങൾ. ഈ സമയത്ത് ആരോടും ശത്രുത പാടില്ല ചെയ്യും. അത് അവർക്ക് കൂടെ തോന്നണ്ടേ? ഈ സമയത്തല്ലേ അവർ ഞങ്ങളെ കൊല്ലാൻ വന്നത്. ഇനി ഞാൻ പറയും, നാശങ്ങൾ, നാശങ്ങൾ. ശരി, സമ്മതിച്ചു. വാ, നമുക്ക് പിന്നെ തീർച്ചയായും അവരും നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ. ഹാപ്പി, എനിക്കൊരു ഐഡിയ. എന്താ? ഹാപ്പി, ഒന്ന് മറിഞ്ഞിരിക്കാമോ? ഞങ്ങൾ കാറ് പറത്തുന്നത് കണ്ട് മത്തൂനിക്കും അന്തം വിടുന്നത് കണ്ട് ഞങ്ങൾ ഒന്ന് സുഖിക്കട്ടെ. അതിനെന്താ, ഞാനിതാ ഇൻവിസിബിൾ ആവുന്നു. ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ പ്ലീസ്. പേടിക്കണ്ട മത്തു, ഞങ്ങളിതാ വന്നു. അത് ജെയിമിന്റെ ശബ്ദമല്ലേ? ജെയിമാണോ കാർ പറപ്പിക്കുന്നത്? അത്ഭുതം. വേഗം കയറൂ, വേഗം വേഗം. ഇവരെന്താ ഇടി വെട്ടിയതുപോലെ നിൽക്കുന്നത്? നിങ്ങളോടല്ലേ കയറാൻ പറഞ്ഞത്? അത് കാറ് നിങ്ങള് പറക്കുന്നത്. ലാമി, നമ്മൾ കാറിൽ പറന്നു വരുന്നത് കണ്ട് മത്തുവിന്റെ ചാനൽ കട്ടായെന്നാ തോന്നുന്നത്. വേഗം കയറ്, ഞങ്ങൾക്കിനി ഒട്ടേറെ പേരെ രക്ഷിക്കാനുള്ളതാ. ഞങ്ങൾ സ്വപ്നം കാണുകയാണോ? നിന്ന് ഡയലോഗ് അടിക്കാതെ കയറാനാ പറഞ്ഞത്. അതെ, വെള്ളം ഉയരുകയാ. ഇപ്പൊ ഈ ബിൽഡിംഗ് മുങ്ങിപ്പോവും. അയ്യോ. ആ, പിടിച്ചിരുന്നോ, എന്നാൽ പറക്കാം. ഓക്കേ. അതാരോ ഓക്കേ പറഞ്ഞത്? ഞാനാ പറഞ്ഞത്. അതെ, ലാമിയാ പറഞ്ഞത്. നിങ്ങൾ ഇതെങ്ങനെയാ കാറ് പറത്തുന്നത്? ഇതൊക്കെ എന്ത്? ഞങ്ങൾ കപ്പല് വരെ പറപ്പിച്ചിട്ടുണ്ട് അല്ലേ? അതിപ്പോ പറപ്പിച്ചിട്ടുണ്ട്. ഒന്നല്ല, 2 കപ്പൽ. ഇതൊക്കെ ഒരു രസം. നിങ്ങൾക്ക് ഇത്രയ്ക്കൊക്കെ കഴിവുണ്ടായിരുന്നു? ലാമി, ഞങ്ങൾ നിങ്ങളോട് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. ഞങ്ങളെന്ന് പറയണ്ട, മക്തു തനിച്ചാ ചെയ്തത്.
ഞാൻ ചുമ്മാ നിന്നൂന്നേ ഉള്ളൂ. ഈ സമയത്ത് കൈ ഒഴിയുന്നു. അതൊന്നും ഇപ്പൊ ഞങ്ങളുടെ മനസ്സിലില്ല. അതുകൊണ്ടല്ലേ നിങ്ങളെ രക്ഷിക്കാൻ വന്നത്. ആണോ? സമാധാനമായി. ഞാൻ കരുതി ആ ദേഷ്യമെല്ലാം തീർക്കാൻ നിങ്ങൾ ഞങ്ങളെ എടുത്ത് വെള്ളത്തിലിടുമെന്ന്. അതിന് ഞങ്ങൾ നിങ്ങളല്ലല്ലോ അല്ലേ? ദൈവമേ, ഇതെന്തൊരു പ്രളയമാണ്. ഇനി ഈ കുന്നു മുങ്ങിപ്പോവോ? അങ്ങനെയൊന്നും പറയല്ലേ. ഇതും കൂടി മുങ്ങിയ പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും? ഒരു കാറ് പറന്നു വരുന്നു. കാറ് പറന്നു വരുന്നോ? നമ്മുടെ ലുവായും ലാമിയും. ഞാനുമുണ്ട്. അതെന്താ പറയാത്തത്? ഞങ്ങൾ ഈ മത്തുവിനെയും നിക്കുവിനെയും രക്ഷിച്ചു കൊണ്ടുവരികയാ. ആണോ? അത്ഭുതം തന്നെ. നിങ്ങളെ പോലുള്ള കുട്ടികളാ ഈ നാടിന് ആവശ്യം. അല്ല, ഈ കാർ എങ്ങനെയാ നിങ്ങൾ പറത്തുന്നത്? അതാ എന്റെ സംശയം. അത് അങ്കിൾ ഓരോ സന്ദർഭം വരുമ്പോ അതിനനുസരിച്ച് പ്രവർത്തിക്കണമല്ലോ. യെസ്, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കാർ പറപ്പിക്കുന്ന സൂത്രം അങ്ങ് കണ്ടുപിടിച്ചു. ഞങ്ങൾ ഇനിയും ആരെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുവരാം അങ്കിൾ. യെസ്, വേഗം പറഞ്ഞു ചെല്ലൂ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. മുത്തശ്ശ, ഇനി പേടിക്കാനില്ല. ഞങ്ങൾ സമയത്തിന് വന്നതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. അതെ മക്കളെ, എല്ലാവരും രക്ഷപ്പെട്ടപ്പോ സുഖമില്ലാത്ത ഞാൻ തനിച്ചായി പോയതാ. ബോസ്, ഈ അടുത്ത കാലത്തെങ്ങും ഈ വെള്ളം ഇറങ്ങി നമ്മൾ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. നോ, രക്ഷകർ വരുന്നു, രക്ഷകർ വരുന്നു. ദാ, ഒരു ബോട്ട് വരുന്നു. ഡഗ്ലസും ഫ്രെഡിയും മരക്കൊമ്പിൽ പിടിച്ചിരിക്കുന്നു. അവിടെ കിടക്കട്ടെ. പാടില്ല, അവരെ രക്ഷപ്പെടുത്തണം. അവരും മനുഷ്യരല്ലേ മക്കളെ, രക്ഷപ്പെടുത്തൂ. അതെ. ആ പിള്ളേരുടെ പപ്പയും അമ്മയും, ഇവർ നമ്മളെ ഒരു കാരണവശാലും രക്ഷിക്കില്ല. രക്ഷിക്കില്ല എന്ന് മാത്രമല്ല, ഇനിയും മൂക്കിന് ഇടികിട്ടാനും സാധ്യതയുണ്ട്. നമുക്കൊന്ന് താണ് കേണ് പറഞ്ഞു നോക്കിയാലോ? പറഞ്ഞു നോക്കാം. അയ്യോ പ്ലീസ്, രക്ഷിക്കണേ. ഞങ്ങളിപ്പോ മുങ്ങി മരിച്ചു പോകും. പ്ലീസ് കരയാതിരിക്കൂ. ഞങ്ങൾ നിങ്ങളെപ്പോലെ ദുഷ്ടരല്ല. വേഗം കയറൂ. ഫ്രെഡി, ഇവരെ മൂന്നിനെയും വെള്ളത്തിൽ തള്ളി വീഴ്ത്തി നമുക്ക് ബോട്ടുമായി രക്ഷപ്പെടാം. ബോസ്, അത് തെറ്റല്ലേ? തെറ്റും ശരിയുമൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. പറയുന്നതനുസരിച്ചാൽ മതി. യെസ് ബോസ്. ഓക്കെ, റെഡി, 1 2 3. നമ്മുടെ പപ്പയും അമ്മയും ഇതുവരെ എവിടെയും കണ്ടില്ലല്ലോ. പേടിക്കണ്ട, അവരുടെ കയ്യിൽ ഹാപ്പി കിഡിന്റെ ബോട്ടുണ്ടല്ലോ. ഡഗ്ലസും ഫ്രെഡിയും ബോട്ടിൽ പോകുന്നു. വെള്ളത്തിൽ ഒഴുകിപ്പോയ അവർക്ക് എങ്ങനെ ബോട്ട് കിട്ടി? അതെന്റെ ബോട്ടാണ്. യെസ് ലാമി, അതെന്റെ ബോട്ടാണ്. എന്ന് വെച്ചാ പപ്പയും അമ്മയും കയറിപ്പോയ ബോട്ടല്ലേ? അതെ. നമ്മുടെ പപ്പയും അമ്മയും അവരെന്ത് ചെയ്തു? ഹാപ്പി പേടിയാവുന്നു. പേടിക്കാതിരിക്കൂ, നമുക്ക് നോക്കാം. കണ്ടു കിട്ടിയല്ലോ. ഹാപ്പി, ആ ഡഗ്ലസും ഫ്രെഡിയും ഈ മുത്തശ്ശനെ രക്ഷപ്പെടുത്തി വരികയായിരുന്നു. ഞങ്ങള് പേടിക്കണ്ട, ഞങ്ങൾ എത്തിയല്ലോ. ഹിപ്പ് ഹോപ്പ് ലാൻഡ് ലാൻഡ്. വേഗം കാറിൽ കയറ്. ഈ കാർ ഇനി ഇവിടെ നിന്ന് അനങ്ങില്ല. ഞാൻ ആ ദുഷ്ടന്മാർക്ക് ഒരു ഡോസ് കൊടുത്തിട്ട് വരാം. ഹാപ്പി, സൂക്ഷിക്കണം. ഓക്കെ, ബൈ. ഇതുവഴിയാവും അവർ വരിക. ഹിപ്പ് ഹോപ്പ് റോക്ക് റോക്ക്. നമ്മളോட കളി. പിള്ളേരെ കിട്ടിയില്ലെങ്കിൽ എന്താ, പാരന്റ്സിനെ വെള്ളത്തിലാക്കാൻ കഴിഞ്ഞല്ലോ, അത് മതി. ഗുഡ്, ഇനി നീന്തി പഠിക്കും. ഇനിപ്പോ ഹാപ്പി അവരെ എന്ത് ചെയ്തു? വാ, കാണിച്ചു തരാം. അയ്യോ, ഹാപ്പി കിഡ്.